നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഞാൻ വിചാരിച്ചു കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാന്ന്. അപ്പൊ ആ കൂട്ടത്തിൽ നിങ്ങളെയും കൂടെ കാണിച്ചു തരാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ നമ്മുടെ കിച്ചണൊക്കെ അത്യാവശ്യം മെസ്സിയായിട്ട് തന്നെ കിടക്കുകയാണ്. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു ഇവിടേക്ക് ഒന്ന് കഴുകിയൊക്കെ ഒന്ന് വൃത്തിയാക്കി അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അങ്ങനെയൊക്കെ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാന്നേ. അപ്പൊ അതിനൊരു കുട്ടി വീഡിയോ എടുക്കുന്നതും കൂടി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഞാനേ നമ്മുടെ കിച്ചണിലേക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പുതിയൊരു സാധനമാണ്, വേറെ ഒന്നും അല്ല, എല്ലാവരുടെ വീട്ടിലൊക്കെ കാണും, എന്നാലും ഞാനിവിടെ ഫസ്റ്റ് ടൈം വാങ്ങിച്ചതാണ്. 2 ബോട്ടിൽസ് വാങ്ങിച്ചു. പക്ഷെ ഇത് കുപ്പിയല്ല കേട്ടോ, ഇത് പ്ലാസ്റ്റിക് ആണെന്ന് എനിക്ക് തോന്നുന്നു, പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ അങ്ങനെ 2 കുപ്പികൾ വാങ്ങിച്ചിട്ടുണ്ട്. കൊള്ളാം കേട്ടോ. ലിങ്ക് വേണ്ടുന്നവരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ലിങ്ക് തരാവേ. അടിപൊളിയാണ്. അപ്പൊ നമുക്ക് ഇനി ആദ്യത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ചാല് ഈ ഇരിക്കുന്ന ഐറ്റംസിനെ മൊത്തം നമുക്ക് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ ക്ലിയർ ചെയ്തിട്ട് അങ്ങനെ പോലെ ഇവിടെ ക്ലിയർ ചെയ്തിട്ട് ഇവന്മാരെല്ലാം ഇങ്ങോട്ടും കൂടെ മാറ്റി ഇവിടെ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാം അല്ലേ? അതായിരിക്കും ബെറ്റർ. കാരണം ഇവിടെ ഫസ്റ്റ് ഇവിടെ അല്ലേ അത്യാവശ്യം സ്ഥലമാണ്, നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ ആദ്യം ഇവരെല്ലാം നമുക്ക് ഇങ്ങോട്ട് മാറ്റാം. അതായത് ആദ്യം നമുക്ക് ഇതൊക്കെ മാറ്റിയെങ്കിലേ നമ്മുടെ നമുക്ക് സ്റ്റൗ മാറ്റുന്നതിന് മുമ്പിന് സ്റ്റൗ ഒന്ന് കഴുകിയെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റൗ മാറ്റാൻ പറ്റത്തുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ ഇരിക്കുന്ന ഐറ്റംസ് എല്ലാം നമുക്ക് ഇങ്ങോട്ട് മാറ്റാം. അപ്പോഴേ നമുക്ക് ആദ്യം ഇവന്മാരെല്ലാം നമുക്ക് അങ്ങോട്ട് മാറ്റാം. അമ്പലത്തിലെ റെക്കോർഡ് കാരണം നമുക്ക് സംസാരിക്കാൻ ഒരു വഴിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വോയിസ് ഓവർ എടുത്ത് സംസാരിക്കാവേ. അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ ഇരിക്കുന്നൊരു സ്റ്റാൻഡ് ഉണ്ട്, അത് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അന്ന് കുറേ ആയി ഇപ്പോൾ വാങ്ങിച്ചിട്ട്, നേരത്തെ മമ്മി വാങ്ങിച്ചു വെച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഞാനതെടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിനകത്തിരിക്കുന്ന പ്ലേറ്റുകളും കാര്യങ്ങളും ഒക്കെ ആദ്യമേ ഒന്ന് മാറ്റി. ഞാനിപ്പോൾ ആ ചപ്പാത്തിയുടെ ആ ഒരു ഇത് എടുത്ത് നോക്കുന്നതെന്ന് വെച്ചാൽ അതിനടിയിൽ വെച്ചപ്പോൾ വെള്ളം അതിനകത്ത് വീണിട്ട് അങ്ങ് ഒരുമാതിരി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാണേ നോക്കിയത്. അപ്പോൾ അതിനകത്തുള്ള പാത്രങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ട് അതിനെ എല്ലാം ഒന്ന് ഒഴിവാക്കി ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഗ്യാസ് സ്റ്റൗ കഴുകാമെന്ന് വെച്ചു കേട്ടോ. മമ്മി പറഞ്ഞു തന്നു ഗ്യാസ് സ്റ്റൗ കഴുകുമ്പോൾ അതിൻ്റെ കറകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രഷില്ലേ, ബ്രഷിനകത്ത് പേസ്റ്റ് കോൾഗേറ്റ് എടുത്തിട്ട് നന്നായിട്ട് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിനകത്തിരിക്കുന്ന കറകളൊക്കെ പോകുമെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ ഒരുവിധമൊക്കെ ഓക്കെയാണ്, എന്നാലും പൂർണ്ണമായിട്ടൊന്നും പോയിട്ടൊന്നുമില്ല. എന്നാലും കുറേയൊക്കെ പോയി കേട്ടോ. പിന്നെ തുരുമ്പൊക്കെ പിടിച്ചിരിക്കുമല്ലോ. നമ്മളിപ്പം ചായ ഇപ്പം വീണെന്ന് പറഞ്ഞ ഉടനെ തന്നെ അങ്ങ് ഇതേപോലെ തേച്ചൊരച്ചൊന്നും കഴുകുന്നില്ലല്ലോ, ജസ്റ്റ് ഒന്ന് തുടച്ചങ്ങ് വിടത്തതല്ലേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ ഇരുന്ന് ആകുമ്പോഴത്തേക്ക് തുരുമ്പും പിടിക്കും. നമ്മൾ കഴുകുന്ന സമയം ആകുമ്പോഴത്തേക്ക് അത് ഇളകി പോകത്തതുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പറ്റുന്ന രീതിയിലെല്ലാം ബ്രഷൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് തേച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ സൈഡിലെല്ലാം ഒന്ന് നമ്മൾ തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡീപ്പായിട്ട് തന്നെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അടുത്ത ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ഇരിക്കുന്നതൊക്കെ ഒന്ന് കഴുകണം. നമുക്ക് അതിന് മുമ്പിനെ അവിടെ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഗ്യാസ് സ്റ്റൗ അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കാൻ പറ്റത്തുള്ളൂ. ഗ്യാസും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നോക്കി കണ്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പണി പാളുവേ. അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അതിന് മുമ്പിനെ നമുക്ക് അവിടെ ഇരിക്കുന്ന നമ്മുടെ ഉപ്പിൻ്റെതും പിന്നെ നമ്മുടെ ചെറിയ ചെറിയ ബോട്ടിൽസ് വെച്ചിരിക്കുന്ന സ്റ്റാൻഡും ഒക്കെ ഒന്ന് മാറ്റി വെക്കാം. പിന്നെ ഞാൻ എൻ്റെ കിച്ചണിൽ എനിക്കൊരു പോസിറ്റീവ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ചെറിയൊരു ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഒട്ടുമിക്ക കിച്ചണുകളിൽ ഞാനത് വെച്ച് കണ്ടിട്ടുണ്ട് പലരുടെ അടുത്തും. അപ്പോൾ അവിടെ ഇരിക്കുന്ന ചെറിയ ചെറിയ ഒരു പാത്രങ്ങളോ അതും ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ ആ ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. കാരണം പാലിൻ്റെ കുപ്പികളൊക്കെ വെക്കുന്നത് അവിടെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ പൊടികളൊക്കെ ഇങ്ങനെ എത്രയ്ക്കായാലും നമ്മൾ എത്ര തുടച്ചെന്ന് പറഞ്ഞാൽ എപ്പോൾ നോക്കിയാലും അതിൽ പൊടികളാണ്. അതുമല്ല നമ്മുടെ ഈ ഒരു ലിക്വിഡും അത് കഴുകാനുള്ള അതും എല്ലാം വെച്ചിരിക്കുന്നതെല്ലാം അവിടെ തന്നെയാണ്. നമ്മുടെ കിച്ചൺ ചെറുതല്ലേ, അപ്പോൾ നമുക്കിതൊക്കെ വെക്കാനുള്ള ആ ഒരു സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ജനലിൽ ഇങ്ങനെ വെക്കുന്നത്. അതിനുശേഷം നമ്മുടെ ആ ഭിത്തിയെല്ലാം നമ്മളൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ചായയൊക്കെ ഇടുന്ന സമയത്ത് എത്രയ്ക്കായാലും അതിൻ്റെ കറകളൊക്കെ ഇങ്ങനെ താഴെ വീഴുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ ഒരു ടൈമിൽ സമയം കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ നമ്മൾ തുടയ്ക്കാനൊക്കെ വിട്ടു പോകുന്നതും മറന്നു പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറുതായിട്ടൊക്കെ കറകളൊക്കെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും അവിടെ തുടച്ചെടുക്കുന്നുണ്ട്. ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നത് ഈ തുണി മാറ്റാറായില്ലേ നമുക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ അവിടെ എല്ലാം
ഒന്ന് തുടച്ചെടുത്ത് ഭിത്തിയെല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. നമ്മൾ കുറേ ഇങ്ങനെ വൃത്തിയാക്കിയൊക്കെ എടുക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിനൊരു വല്ലാത്തൊരു സന്തോഷമാണ് കിട്ടുന്നത് അല്ലേ. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്കിങ്ങനെ വൃത്തിയാക്കാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ, ഒരുപാട് ഇഷ്ടമാണ്. ഇങ്ങനെ ക്ലീനിങ് പരിപാടി, കുക്കിംഗ് പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത് തന്നെയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ വീണ്ടും നമ്മുടെ ഗ്യാസ് സ്റ്റവ് തിരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ പണി പാളും കേട്ടോ, കണ്ടോണേ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ ചെടിയൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. അതിനുശേഷം നമ്മുടെ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള നമ്മുടെ 2 ബോട്ടിൽസിനെ നമ്മൾ അവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ, അതുകൊണ്ട്. അപ്പോൾ നമുക്ക് ആ സ്റ്റാൻഡൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. കുറച്ച് ടാസ്ക്കാണ് കേട്ടോ ഈ സ്റ്റാൻഡ് കഴുകുന്നത്. കാരണം അതിൻ്റെ ആ സ്റ്റാൻഡ് കഴുകുന്ന സമയത്ത് ആ സോപ്പിൻ്റെ പതയൊക്കെ ആണെങ്കിൽ നമുക്ക് ഡ്രസ്സിന്മേലൊക്കെ ഇങ്ങനെ തെറിക്കും. ഞാൻ പറഞ്ഞില്ലേ ഗ്യാസ് പണി തരുമെന്ന്. കാരണം എന്ന് വെച്ചാൽ ഇത് ഞാൻ തെറിക്കുന്നുണ്ട്, ഇതിൻ്റെ ആ ഒരു സോപ്പും പത തെറിക്കുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ഗ്യാസ് സ്റ്റവ് എടുത്തിട്ട് അപ്പുറത്തോട്ട് വീണ്ടും തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ മാറ്റി വെച്ചത് കാര്യമായി കേട്ടോ. അതുകൊണ്ട് നമുക്കിങ്ങനെ കഴുകുന്ന പാത്രങ്ങളൊക്കെ ആ ഒരു സൈഡിലോട്ട് ഇങ്ങനെ മാറ്റി വെക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യത്തില്ല. അങ്ങനെ ഇത് പിന്നെ വൈറ്റ് കളർ ആയതുകൊണ്ട് ഇങ്ങനെ നമ്മൾ കിച്ചണ് ഇങ്ങനെ ഡോറിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ ഈ സ്റ്റാൻഡ് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിനകത്ത് പൊടി പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ കൂട്ടത്തിൽ ഈ വെള്ളം കൂടെ വീഴുമ്പോഴത്തേക്ക് ഈ പൊടിയുടെ ഈ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു വല്ലാത്ത രീതിയിൽ കാണാനൊരു വല്ലാത്തൊരു അഭംഗി ഫീലാണ് കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം എടുത്തൊന്ന് വൃത്തിയായിട്ട് കഴുകുന്നുണ്ട്. അപ്പോൾ പൊടിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് സമയം എടുത്തു കേട്ടോ ഒന്ന് വൃത്തിയാക്കി എടുക്കാനെ കൊണ്ട്. നമ്മൾ പെട്ടെന്ന് അടുക്കളയിലോട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കയ്യിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിനകത്തോട്ട് കൊണ്ടിടുന്നത് കൊണ്ട് ഒരുമാതിരി വൃത്തികേടായിട്ട് തന്നെ കിടന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സാധനം ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്ക് സ്പൂൺ ഇടാനും പാത്രങ്ങളൊക്കെ പറക്കി വെക്കാനും ഒക്കെ പെട്ടെന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനം തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത് വെക്കുന്ന സ്ഥലമൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അവിടെ പൊടിയുടെ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ അങ്ങനെ ഡീപ്പായിട്ട് ചെയ്യേണ്ട കാര്യമായിട്ടുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും നന്നായിട്ട് സോപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞിടയ്ക്കാണ് കേട്ടോ ഞാൻ ആ കബോർഡുകളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തത്. അതുകൊണ്ട് ഇന്നത് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നില്ല. എന്നാലും ഞാനൊന്ന് നോക്കുന്നുണ്ട് അതിനകത്ത് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ളത്. അപ്പോൾ തുണിയൊക്കെ വീണ്ടും ഒന്ന് കഴുകി എടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. പിന്നെ ആ ഒരു ഭാഗത്തൊക്കെ എന്ന് വെച്ചാൽ ഈ സ്റ്റാൻഡ് ഇങ്ങനെ പിന്നെ ചേർത്ത് വെക്കുന്നത് കൊണ്ടും പിന്നെ ഒരു വലിയൊരു പ്ലേറ്റൊക്കെ ഇങ്ങനെ ബാക്ക് സൈഡിൽ വെക്കുന്നത് കൊണ്ടും നമുക്ക് ആ ഒരു ഭാഗം എപ്പോഴും തുടയ്ക്കാൻ പറ്റാറില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കബോർഡ് നമുക്ക് വൃത്തിയാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം അങ്ങോട്ട് നമ്മൾ വൃത്തിയാക്കിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു വെളിയ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ കബോർഡിനുള്ളിലൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ആ കഴുകി വെച്ചിരുന്ന സ്റ്റാൻഡുകളൊക്കെ എടുത്തിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്ത് ഇഷ്ടംപോലെ പാത്രങ്ങൾ കൊള്ളി. അതിൻ്റെ അടിയിലത്തെ തട്ടിലാണെങ്കിലും മുകളിലത്തെ തട്ടിലാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് പാത്രങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുമേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റവ് എടുത്ത് വെക്കുകയാണ്. അതൊന്ന് കഴുകി എടുത്തപ്പോൾ തന്നെ എന്നാ വൃത്തിയാണെന്ന് നോക്കിക്കുക ഇങ്ങനെ നോക്കുമ്പോൾ. അപ്പോൾ വീണ്ടും ഞാൻ അതിൻ്റെ വണ്ടിയിൽ കുറേ വെള്ളമൊക്കെ വീണിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കുകയാണ്. പിന്നെ ഈ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു 2 തട്ടായിട്ട് ഇങ്ങനെ പോയിരിക്കുകയാണ് നമ്മുടെ ആ പാതാമ്പറം. അപ്പോൾ അതിന് ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മളൊരു കല്ലാണ് കേട്ടോ, അതൊരു കവറിനകത്ത് ഞാൻ കല്ല് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അതും കൂടെ വെച്ചിട്ട് അതിൻ്റെ മണ്ടയിലേക്ക് ആ ഒരു സ്റ്റാൻഡ് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ ബോട്ടിൽസ് വെക്കുന്ന സ്റ്റാൻഡും നമ്മുടെ ഉപ്പിൻ്റെ ആ ഒരു ഭരണിയും കൂടെ ആണ് കേട്ടോ നമ്മൾ അതിൻ്റെ മണ്ടയിൽ വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു സ്ഥലം നമുക്ക് കവർ ചെയ്തെടുക്കാനും പറ്റും. നമുക്ക് അനാവശ്യമായിട്ട് ആ ഒരു സ്ഥലം പോവത്തതുമില്ല. നമുക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. പിന്നെ നമ്മുടെ മിക്സിയൊക്കെ നമുക്കൊന്ന് തുടച്ചെടുക്കേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ പഴയ ബോട്ടിൽസൊക്കെ നമുക്കിനി മാറ്റാമല്ലോ. കാരണം നമ്മൾ പുതിയ ബോട്ടിൽസൊക്കെ മേടിച്ചില്ല. അപ്പോൾ നമ്മൾ കിച്ചൂസിനെ പറ്റിച്ചെടുത്ത കിച്ചൂസിൻ്റെ ആ ഒരു വാട്ടർ ബോട്ടിലൊക്കെ നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്നലത്തെ കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു. ദൈവമേ ഇത് കേൾക്കുന്ന എല്ലാവരും വിചാരിക്കും ഇവരുടെ വീട്ടിലെന്നും ഇന്നലത്തെ ഉള്ളൂ. അങ്ങനെയല്ല കേട്ടോ, ഇവിടെ കഴിക്കാൻ അധികം ആളില്ലാത്തത് കൊണ്ട് നമുക്ക് കുറേയൊക്കെ ഫുഡ് അധികം വരാറുണ്ട്. അപ്പോൾ കളയേണ്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഇന്നലത്തെ നമ്മൾ വെച്ച് നമ്മൾ ഇന്നും എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ കുടിക്കാൻ തിളപ്പിച്ചിരുന്ന വെള്ളം നമ്മൾ മാറ്റുന്നുണ്ട്. നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ബോക്സൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എനിക്ക് അങ്ങോട്ട് എത്തത്തില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ മണ്ടയിലോട്ട് കയറി ഇരുന്നിട്ടാണ് കേട്ടോ ഒന്ന് തുടച്ചെടുക്കുന്നത്. അപ്പോൾ അവിടെ ഒന്നും അധികം പൊടിയൊന്നുമില്ല, അതൊക്കെ ഞാൻ മിക്കപ്പോഴും ഒക്കെ തുടച്ചെടുക്കുന്നതാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ വീട്ടിൽ നിന്ന് മമ്മി കുറച്ച് പഴം തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് പഴുത്തിട്ടുണ്ട്. ഇനി അത് താഴത്തെ കബോർഡിൽ വെച്ച് അവിടെ നിന്ന് നശിച്ചു പോകത്തതേ ഉള്ളൂ. കാരണം ഞങ്ങൾ ആരും ഇതിനെപ്പറ്റി ഓർക്കത്തില്ല. എന്തായാലും അതെല്ലാം എടുത്ത് നമ്മൾ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ആരെങ്കിലുമൊക്കെ കയറി ഇറങ്ങി കഴിച്ചോളും കേട്ടോ, കുഴപ്പമില്ല.
എന്തോ ചൂടാണെന്ന് ഇത്രയും ചെയ്തു വന്നപ്പോഴത്തേ ദാഹിച്ച് പോയ വഴി പോലും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്നാലും കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞാനിപ്പോൾ നിങ്ങളെടുത്ത് കാണിച്ച സാധനം എന്താണെന്ന് അറിയാം, മുട്ടയാണ്. ആ മുട്ടയുടെ തോടാണ് കേട്ടോ. തോട് എന്തിനാണ് അവിടെ വെക്കുന്നതെന്ന് അറിയാം, പല്ലികൾ വരത്തില്ലെന്നാണ് പറയുന്നത്. ഇവിടെയൊക്കെ ആണെങ്കിൽ ഭയങ്കര പല്ലിയുടെ ശല്യമാണ്. അപ്പോൾ ആ തോടൊക്കെ ഒന്ന് അവിടെ വെക്കുമ്പോൾ കുറേയൊക്കെ സത്യമാണ് കേട്ടോ, കുറേയൊക്കെ ചുമ്മാതാണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെയൊക്കെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തു നമ്മൾ ആ മിക്സിയൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ ആ ഇരിക്കുന്ന ഒരു ബക്കറ്റും വെള്ളം കൊണ്ട് ഞങ്ങൾക്കിവിടെ മോട്ടറിലെ വെള്ളം ഞങ്ങൾ അടുക്കളയിൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കാറില്ല. കിണറ്റിൽ നിന്ന് തന്നെ കോരിയ വെള്ളം നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതിനകത്താണ് കേട്ടോ എടുക്കാറുള്ളത്. അപ്പോൾ മിക്സിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു സ്റ്റാൻഡിലേക്ക് നമ്മുടെ പാത്രങ്ങളും സ്പൂണുകളും എല്ലാം നമ്മളിങ്ങനെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ വൈറ്റ് പ്ലേറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ആ ഇരിക്കുന്ന ഗ്രീൻ പ്ലേറ്റ് ഉണ്ട്. നമ്മൾ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴേ നോക്കും, ദൈവം ഇന്ന് എന്ത് അടിച്ചു മാറ്റി വീട്ടിലേക്ക് കൊണ്ടുവന്ന്. അങ്ങനെ അടിച്ചു മാറ്റി കൊണ്ടുവന്നതിനകത്തൊരു പ്ലേറ്റ് ആണ് കേട്ടോ അത്. അപ്പോൾ ആ പ്ലേറ്റ് നമ്മൾ ഏറ്റവും ലാസ്റ്റേ വെക്കാൻ പറ്റത്തുള്ളൂ, കാരണം ഫ്രണ്ടിലോട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തട്ടുവേ. പിന്നെ ഇവിടെ മമ്മി ഈ പ്ലേറ്റുകളൊന്നും ഉപയോഗിക്കത്തില്ല. മമ്മിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്റ്റീലിൻ്റെ പ്ലേറ്റുകൾ യൂസ് ചെയ്യാനായിട്ട്. സ്റ്റീലിൻ്റെ പ്ലേറ്റ്, ഗ്ലാസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ മമ്മിക്ക് ഇഷ്ടം. ആ ഒരു പ്ലേറ്റ് ആണെങ്കിൽ ആ ഒരു പ്ലേറ്റ് മാറ്റത്തതേ ഇല്ല. എത്രയോ കാലങ്ങളായിട്ട് ഇരിക്കുന്ന പ്ലേറ്റ് ആണെന്ന് പറയാം, ആ പ്ലേറ്റ് മാറ്റത്തതേ ഇല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതായത് ചായ ഇട്ട പാത്രം, ചായ കുടിച്ചത്, കുറച്ച് സ്പൂണ്, അത് ഇതൊക്കെ ഒന്ന് ചവറൊക്കെ ഒന്ന് കഴുകിയെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അതൊക്കെ കഴുകിയെടുത്ത് നമ്മൾ ഗ്ലാസിൻ്റെ ആ ഒരു സ്റ്റാൻഡിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ സ്പൂണ് മീൻസ് നമ്മുടെ വലിയ തവികളൊക്കെ തൂക്കിയിടുന്നത് നമ്മുടെ ആ ഒരു വോളിൽ നമ്മൾ അതിൻ്റെ ഒരു ക്ലിപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മളിങ്ങനെ ഹാങ് ചെയ്ത് ഇടാനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് കേട്ടോ ഇടുന്നത്. പിന്നെ നമ്മുടെ ഈ ചായപാത്രവും അതിൻ്റെ ആ ഒരു മഗ്ഗും കൂടെ ആ ഒരു ഭിത്തിയിൽ നമ്മൾ അതേപോലെ ആ ഒരു ക്ലിപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് കേട്ടോ നമ്മൾ ഹാങ് ചെയ്തിടുന്നത്. പിന്നെ ഈ ഒരു ലിക്വിഡ് ഒഴിക്കുന്ന ഈ ഒരു സംഭവം കണ്ടോ, ഇത് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് തോന്നുന്നു 75 രൂപയോ ആണോ അറിയത്തില്ല, ഞാൻ ഓർക്കുന്നില്ല. മമ്മി ഇവിടെ വാങ്ങിച്ചു വെച്ചിരുന്നതാണ്. അത് ഒരു സാധനം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇത് തന്നെയാണ് കേട്ടോ. എനിക്ക് ഈ സോപ്പ് ഉപയോഗിച്ച് ഈ പാത്രങ്ങളൊന്നും കഴുകുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് ഈ ലിക്വിഡ് ടൈപ്പ് തന്നെയാണ് കേട്ടോ ഇഷ്ടം. അത് കഴിഞ്ഞ് നമ്മുടെ സിങ്കൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. സിങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴുകി വിടുന്നതായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതിനകത്തും വലിയ അഴുക്കോ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും നമ്മൾ സിങ്കൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാത്രങ്ങളൊക്കെ ഏകദേശമൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞ് ഇനി നമുക്കതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഒന്ന് ഹാങ് ഒക്കെ ചെയ്തിട്ട് പിന്നെ അതായത് പാത്രങ്ങളൊക്കെ ഇരിക്കേണ്ട അടുത്തൊക്കെ എടുത്ത് വെക്കണം. പിന്നെ അടിയിലത്തെ കബോർഡിൽ ഫുള്ള് നമ്മുടെ കലവും ചട്ടി, ചപ്പ്, ചവറ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ. താഴത്തെ കബോർഡിൽ ഫുൾ അങ്ങനത്തെയൊക്കെയുള്ള സാധനങ്ങളാണ്. പിന്നെ ഈ മേളത്തെ കബോർഡിൽ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വീണ്ടും നമ്മളുടെ മീൻകറിയും പാത്രങ്ങളും എല്ലാം എടുത്ത് നമ്മൾ ആ ഒരു സ്ഥലത്തും സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഇങ്ങനെ അടുക്കള ഇങ്ങനെ തുടച്ചിരിക്കും കേട്ടോ. ഈ പാദത്തിൻ്റെ പുറത്ത് ഇങ്ങനെ എനിക്ക് വെള്ളം കിടക്കുന്ന ഇഷ്ടമല്ല. നേരത്തെ എനിക്ക് ഈ സ്വഭാവം ഇല്ലായിരുന്നു കേട്ടോ, ഇങ്ങനെ തുടച്ചിരിക്കുന്നത്. ഇത് ഇവിടുത്തെ മമ്മി ഇങ്ങനെയാണ് കേട്ടോ, എപ്പോഴും ഇങ്ങനെ പാദാമറ തുടച്ചിരിക്കുന്ന കണ്ട് ഇപ്പോൾ എനിക്ക് ആ ഒരു ശീലമുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എപ്പോഴും ഇങ്ങനെ തുടച്ചിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം നമ്മൾ ആ തുണിയൊക്കെ ഒന്ന് കഴുകി നമ്മളതൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ആ ഗ്രീൻ പാത്രത്തിലാണ് കേട്ടോ ഞാൻ ഈ പാത്രങ്ങളൊക്കെ കഴുകി വെള്ളം തോരാൻ കൊണ്ടിടുന്നത്. എന്തായാലും എൻ്റെ തന്നെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ ആ തുണി ഒന്ന് മാറ്റിയിട്ടുണ്ട്. പുതിയ തുണി അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേസ്റ്റ് ഇടാനെ കൊണ്ട് ചെറിയൊരു ബോക്സ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് അതൊക്കെ ഒന്ന് കഴുകി എല്ലാം ഒന്ന് മെനയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ താഴെ ഇട്ടിരുന്ന നമ്മുടെ ആ ഒരു ചവിട്ടിയെല്ലാം ഒന്ന് തട്ടിക്കുടഞ്ഞ് നമ്മൾ ഗ്യാസ് കുറ്റിയുടെ പുറത്താണ് കേട്ടോ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാൻ അവിടെ എല്ലാം ഒന്ന് തൂത്ത് റെഡിയാക്കി എടുക്കുകയാണ്. ദൈവം എന്തായാലും ഒരുവിധമൊക്കെ നമ്മുടെ പണിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു 10-15 മിനിറ്റിനുള്ളിൽ കാണുന്ന സംഭവം ഞാൻ മണിക്കൂറുകൾ എടുത്താണ് കേട്ടോ ഇത്രയും പണിയെടുത്തത്. ഞാനിങ്ങനെ സ്ലോലി ചെയ്തതാണ് കേട്ടോ. സ്ലോലി ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ കുറച്ച് സെറ്റപ്പായിട്ട് പോട്ടെന്ന് വെച്ചിട്ടാണ്, കുറച്ച് ഭംഗിയിൽ അങ്ങോട്ട് പോകട്ടെ എന്ന് വെച്ചിട്ടാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു ചൂലും അതിൻ്റെ ആ ഒരു കോരിയും കണ്ടോ, ഞാൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ നാട്ടിലിപ്പം കുറേയൊക്കെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ കിച്ചണിൻ്റെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് ഗായ്സ്. ഇപ്പോൾ അടിപൊളിയായില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.